അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് എൻ്റെ കയ്യിലുള്ള ഈ ദിക്റുകളും പ്രാർത്ഥനകളും എന്ന പുസ്തകത്തിലെ ഏതാനും ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് ചൊല്ലിയാൽ നാളെ വെള്ളിയാഴ്ച ദിവസമാണ്. അതുപോലെ തന്നെ ഇത് ഞാൻ പതിവാക്കിയിട്ട് എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾക്കൊക്കെ ഫലം കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പല കാര്യങ്ങളെ കൊണ്ട് നമ്മൾ വിഷമിച്ചിരിക്കുന്നവരാകാം. അതുപോലെ തന്നെ പല പ്രയാസങ്ങൾ നമുക്കുണ്ടാകാം. അതുപോലെ തന്നെ അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ, ഇടങ്ങേറുകൾ, അങ്ങനെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ നമുക്കുണ്ടാകാം. അതിലുപരി നമുക്ക് ആഗ്രഹങ്ങളുണ്ടാകും. അതുപോലെ തന്നെ കടങ്ങളുണ്ടാവും. കടങ്ങൾ വീടാൻ വേണ്ടിയിട്ട് നമ്മൾ പല വഴികളും നോക്കും. അതുപോലെ തന്നെ ബാങ്കിൽ ലോണുണ്ടാകും. നമ്മൾ ആധാരം വെച്ചിട്ടൊക്കെ നമ്മളെ പരിപാടികളുണ്ടാകും. അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് വെള്ളിയാഴ്ച പതിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ പുസ്തകത്തിലുള്ളത് ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടിയതാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ചൊല്ലാൻ എളുപ്പം, ചൊല്ലിയാൽ ഫലം ഉറപ്പാണ്. നല്ല വിശ്വാസത്തോടു കൂടി ചെയ്യുക. ആദ്യം തന്നെ വെള്ളിയാഴ്ച പതിവാക്കേണ്ട ദിക്റുകളെ കുറിച്ചിട്ട് പറയാം. പ്രഭാതത്തിൽ തന്നെ ദോഷം പൊറുപ്പിക്കാം. നമ്മളൊക്കെ ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നവരാണ്. ദിനം പ്രതി നമ്മൾ ഒരു ദിവസത്തിൽ എത്ര പാപങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ തന്നെ സ്വയമാൽ നമ്മൾ തന്നെ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാകും നമ്മൾ എത്രത്തോളം പാപം ചെയ്യുന്നവരാണ് എന്ന്. അതിന് വേണ്ടിയിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വെള്ളിയാഴ്ച സുബഹി നിസ്കാരത്തിന് മുമ്പായിട്ട് അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈഹി. ഈ ദിക്റിനെ 3 പ്രാവശ്യം പറഞ്ഞാൽ ദോഷങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. അത് കടൽ നുരയോളം ഉണ്ടെങ്കിലും. നമ്മളൊക്കെ ദിനം പ്രതി എത്ര പാപങ്ങൾ ചെയ്യുന്നവരാണല്ലേ. അതുപോലെ തന്നെ നമ്മുടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പാപവും ചെയ്യാത്ത മുത്തുനബി അടക്കം ദിവസവും ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നു എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. പിന്നെ രണ്ടാമതായിട്ട് വെള്ളിയാഴ്ച ദിവസം ചൊല്ലിയാൽ നമുക്ക് പണക്കാരനാവാം. നല്ല വിശ്വാസത്തോടു കൂടി നമ്മൾ അമലുകൾ പ്രവർത്തിക്കണം കേട്ടോ. അല്ലാതെ നമ്മൾ അതൊക്കെ പണക്കാരനാവാം, പിന്നെ ഞാനാണല്ലോ പണക്കാരനാവണത്, അങ്ങനത്തെ നെഗറ്റീവ് ചിന്ത വെച്ചിട്ട് നമ്മൾ ചൊല്ലിയിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ നല്ല നിയ്യത്തോടു കൂടി റബ്ബ് എൻ്റെ ആഗ്രഹം സാധിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ചെയ്താൽ അതിന് എന്തായാലും ഉറപ്പ് കിട്ടും. അങ്ങനെ ഉറപ്പ് കിട്ടിയിട്ടുള്ളവർ, അങ്ങനെ ജീവിതത്തിൽ ഫലം കിട്ടിയിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് ഒരുപാട് സന്ദർഭങ്ങളിൽ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട് കേട്ടോ, അൽഹംദുലില്ലാഹ്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വെള്ളിയാഴ്ച 70 പ്രാവശ്യം അല്ലാഹുമ്മ അഗ്നിനി ബിഫളിക അമ്മൻ സിവാക് വബി ഹലാലിക അൻ ഹറാമിക് എന്ന് പറഞ്ഞാൽ 70 പ്രാവശ്യം ഒരാൾ വെള്ളിയാഴ്ച പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഐശ്വര്യവാനാക്കും. അത്രക്കും നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് ചെയ്യുന്ന അമൽ വിശ്വാസത്തോടു കൂടി ചെയ്യുക. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് 1,20,000 ദോഷം പൊറുപ്പിക്കാം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജുമുഅ കഴിഞ്ഞതിന് ശേഷം സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി എന്ന് 100 പ്രാവശ്യം പറഞ്ഞാൽ അവൻ്റെ 1,00,000 മാതാപിതാക്കളുടെ 24,000 ദോഷങ്ങളും പൊറുക്കപ്പെടും. സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി. ഇനി നമുക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി, അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ദിക്റും നമുക്ക് ചൊല്ലാം. അത് കഴിയുന്നവരൊക്കെ രാവിലെയും വൈകുന്നേരം ചൊല്ലാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഇതാണ് ഈമാൻ കിട്ടി മരിക്കാൻ.
ഒരുപാട് പേര് വെള്ളിയാഴ്ചയിൽ സ്റ്റാറ്റസ് വെക്കലുണ്ട് അല്ലേ. ഞാൻ എൻ്റെ ഫോണിലൊക്കെ ആരെങ്കിലുമൊക്കെ ആയിട്ട് വെള്ളിയാഴ്ച സ്റ്റാറ്റസ് വെക്കാതിരിക്കലില്ല. ആരെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ കാണലുണ്ട്. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും കാണലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അബ്ദുൽ വഹാബ് ഷഅറാനി ഇമാമിനെ തൊട്ട് പറയുന്നു, ആരെങ്കിലും ഈ 2 ബൈത്ത് എല്ലാ വെള്ളിയാഴ്ചയും പതിവാക്കിയാൽ സംശയമില്ലാതെ തന്നെ മുസ്ലിമായി മരിക്കാം. ചില മഹാന്മാർ പറഞ്ഞു 5 വട്ടം ചൊല്ലിയാലാണ്. അപ്പോൾ 5 വട്ടെങ്കിലും ചൊല്ലാം. കാരണം അതൊരു ആശയക്കുഴപ്പമുണ്ട്, അതായത് സംശയമുണ്ട് എല്ലാവർക്കും. എന്താ ഇത് 5 വട്ടാന്നും പറയുന്നുണ്ട്, 1 വട്ടാന്നും പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അതിന് നമ്മൾ സമയം കണ്ടെത്തിക്കാണ്ട് 5 വട്ടെങ്കിലും ചൊല്ലാൻ സമയം കണ്ടെത്തണം. ഇലാഹി ലസ്തുലിൽ ഫിർദൗസി അഹ്ല വലാ അക്വ അലാ നാരിൽ ജഹീം ഫഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദൻബിൽ അലീം. അൽഹംദുലില്ലാ. നമുക്കെല്ലാവർക്കും ചൊല്ലാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇനി അടുത്തത്, 1 കൊല്ലത്തെ നിസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും കൂലി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വെള്ളിയാഴ്ച കുളിച്ച് നേരത്തെ നടന്ന് പള്ളിയിലേക്ക് പോയി ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്താൽ ഓരോ ചവിട്ടടിക്കും 1 കൊല്ലം നിസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും കൂലിയാണ്. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക, നമ്മളെ ഉപ്പമാരോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക, സഹോദരങ്ങളോടൊക്കെ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കുക, വെള്ളിയാഴ്ച നേരത്തെ പള്ളിക്ക് പോകാൻ നോക്കണം. അതുപോലെ തന്നെ ഈ ബൈക്കും സ്കൂട്ടിയൊക്കെ ഉപയോഗിക്കണേക്കാട്ടിലും നല്ലത് നമുക്ക് നടന്നു പോകാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് സ്ത്രീകൾക്ക് കിട്ടൂലേ ചോദിക്കും. അപ്പോൾ സ്ത്രീകൾ എന്താ കാട്ടേണ്ടത്, വീട്ടിലെ ജോലികളൊക്കെ, കാരണം ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസം, അന്ന് നേരത്തെ പണികളൊക്കെ ഒരുക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇബാദത്തിലേക്ക് വേണ്ടിയിട്ട് ഇബാദത്തിനായിട്ട് ഇരിക്കുക. നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഇബാദത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 80 കൊല്ലത്തെ ദോഷം പൊറുപ്പിക്കാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വ നബിയിക വ റസൂലിക നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഈ സ്വലാത്ത് വെള്ളിയാഴ്ച 80 പ്രാവശ്യം ചൊല്ലിയാൽ 80 കൊല്ലത്തെ ദോഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഏറ്റവും നമ്മൾ ഖുർആനിലെ ഒരു സൂറത്താണ് സൂറത്തു കഹ്ഫ്. ഈ സൂറത്ത് വെള്ളിയാഴ്ച ഓതിയാൽ വളരെ അധികം പ്രതിഫലമുണ്ട്. അപ്പോൾ കഴിയുന്നവരൊക്കെ സൂറത്ത് കഹ്ഫ് നിത്യവും ഓതാൻ ശ്രദ്ധിക്കണം. 2 ജുമുഅൻ്റെ ഇടയിലുള്ള ഒന്നിനിക്ക് പ്രകാശമാണ് സൂറത്ത് കഹ്ഫ് ഓതിയാൽ. അടുത്ത ജുമുഅ വരെയുള്ള ദോഷങ്ങൾ പൊറുക്കപ്പെടും. ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് കാവൽ ലഭിക്കും. 70,000 മലക്കിൻ്റെ പ്രാർത്ഥനയും ലഭിക്കുന്നതാണ്. വെള്ളിയാഴ്ച ദിനങ്ങളിൽ ഈ സൂറത്ത് ഓതുന്നത് പ്രത്യേകം സുന്നത്താണ്. ജുമുഅക്ക് പോകുന്ന പുരുഷന്മാർക്കു മാത്രമല്ല, വീട്ടിൽ ഇരിക്കുന്ന സ്ത്രീകൾക്കും സുന്നത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പുരുഷന്മാർ മാത്രം, ഓൽക്ക് മാത്രമല്ല ഇത്, വെള്ളിയാഴ്ച നമ്മൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും സുന്നത്താണ്. അതുകൊണ്ട് നമ്മളെ പണികളൊക്കെ നേരത്തെ കഴിച്ചിട്ട് നമ്മൾ സൂറത്തുൽ കഹ്ഫിന് ഓതാൻ വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നിവർ ഉദ്ധരിക്കുന്നു, വെള്ളിയാഴ്ച രാത്രിയോ പകലോ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നവന് അവൻ ഓതുന്ന സ്ഥലത്തു നിന്ന് തുടങ്ങി വിശുദ്ധ മക്ക വരെ വ്യാപിക്കുന്ന പ്രകാശം നൽകപ്പെടും. ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ പാപമോചനം ലഭിക്കും. 70,000 മലക്കുകൾ പ്രഭാതം വരെ അവനു വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കും. രോഗവിപത്തുകളിൽ നിന്ന് മുക്തി ലഭിക്കും. വെള്ളപ്പാണ്ട്, കുഷ്ഠം, ശ്വാസകോശ രോഗം തുടങ്ങിയ രോഗങ്ങളിൽ നിന്നും ദജ്ജാലിൻ്റെ ഭീകരതയിൽ നിന്നും സുരക്ഷ ലഭിക്കും. അപ്പോൾ അത്രക്കും മഹത്തുണ്ട് എന്നാണ് സൂറത്ത് കഹ്ഫ് പാരായണം ചെയ്താൽ. അപ്പോൾ കഴിയുന്നവരൊക്കെ സൂറത്ത് കഹ്ഫ് പാരായണം ചെയ്യണം.
സൂറത്തു കഹ്ഫ് പാരായണം ചെയ്യുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. കാരണം നമ്മുടെ കമൻറ്റ് മറ്റുള്ളവർക്കൊരു പ്രചോദനമാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്കതിൻ്റെ കൂലി ലഭിക്കും. വെള്ളിയാഴ്ച സൂറത്ത് യാസീൻ ഓതിയാൽ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സൂറത്ത് യാസീന് വെള്ളിയാഴ്ച സൂറത്ത് യാസീന് പ്രത്യേകം നമ്മൾ ഓതിയാൽ നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടും. അതുപോലെ തന്നെ എല്ലാ ദിവസവും സൂറത്ത് യാസീൻ ഓതിയിട്ട് നമ്മുടെ ആഗ്രഹങ്ങളും മുറാദുകളും വിഷമങ്ങളൊക്കെ മാറ്റിത്തരാൻ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക. സ്വലാത്ത് അധികരിപ്പിക്കൽ. അപ്പോൾ ഈ ബുക്കിൽ സ്വലാത്ത് പെരിപ്പിക്കൽ എന്നാട്ടോ കൊടുത്തിരിക്കുന്നത്. അതായത് സ്വലാത്ത് അധികരിപ്പിക്കുക, കൂടുതലാക്കുക, വർദ്ധിപ്പിക്കുക. അബി ഉമാമത്ത് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വെള്ളിയാഴ്ച എൻ്റെ മേൽ സ്വലാത്ത് പെരുപ്പിക്കൂ. കാരണം എൻ്റെ ഉമ്മത്തിൻ്റെ സ്വലാത്തിനെ വെള്ളിയാഴ്ച വെളിവാക്കപ്പെടും. അപ്പോൾ ധാരാളം സ്വലാത്ത് ചൊല്ലിയവർ സ്ഥാനത്താൽ എന്നോട് അടുത്തവരായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഏത് പണിയിലാണെങ്കിലും ഏതൊരു പ്രവൃത്തിയിൽ നമ്മൾ ഏർപ്പെടുമ്പോഴും നമ്മൾ കിച്ചണിലൊക്കെ നമുക്ക് ഒരുപാട് പരിപാടികളുണ്ടാവും. അപ്പോഴൊക്കെ നമുക്ക് സ്വലാത്ത് നമ്മൾ ചൊല്ലുക. സ്വലാത്തിനെ നമ്മൾ നിസ്സാരാക്കി കളയാതിരിക്കാൻ നമ്മൾ ദിവസവും സ്വലാത്ത്, ഞാൻ പറഞ്ഞല്ലോ യൂട്യൂബിൽ ഇപ്പോൾ ലിങ്കൊക്കെ അവൈലബിളാണ്. ആ ലിങ്ക് വെച്ചിക്കാണ്ട് നമുക്ക് നിശ്ചിത എണ്ണം കണക്കാക്കിയിട്ട് നമുക്ക് ചൊല്ലാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചൊല്ലാനുള്ള തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരാൾ വെള്ളിയാഴ്ച രാവിലെ 10 പ്രാവശ്യം താഴെ പറയുന്നത് ചൊല്ലിയാൽ 10 ലക്ഷം നന്മകൾ അവനു വേണ്ടി എഴുതപ്പെടും. യാ ദാഇമൽ ഫളിലി അലൽ ബരിയത്ത് യാ ബാസിത്തുൽ യദൈനിൽ ബിൽ അതിയ യാ സാഹിബൽ മവാഹിബിസ് സനിയ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ഖൈരിൽ വറാ ബിസജിയ വഗ്ഫിർ ലി യാ ദൽ ഉലാ ഹാദിഹിൽ അഷിയ. ഈ ദുആ ചൊല്ലിയാലേ ഒരാൾ വെള്ളിയാഴ്ച രാവിലെ 10 പ്രാവശ്യം ഈ താഴെ പറയുന്നപ്പോൾ ഞാൻ പറഞ്ഞ ഈ ദുആ ചൊല്ലിയാൽ 10 ലക്ഷം നന്മകൾ അവന് വേണ്ടി എഴുതപ്പെടുമെന്നാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസത്തെ ദുഹാ നിസ്കാരം കഴിയുന്നവരൊക്കെ എന്നും ദുഹാ നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം സമയം കണ്ടെത്തണം. സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ കതിർ മുതൽ ഉച്ച വരെയാണ് അതിൻ്റെ സമയം എന്നല്ലേ. അപ്പോൾ സൂര്യൻ ഉദിച്ചാൽ പെട്ടെന്ന് നമുക്ക് ഒരു കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് നിസ്കാരത്തിൻ്റെ സമയം തുടങ്ങും. ദുഹർ വരെയാണ് അതിൻ്റെ സമയം. അപ്പോൾ വെള്ളിയാഴ്ച ദിവസത്തെ ദുഹാ നിസ്കാരത്തിനും വളരെയധികം പ്രതിഫലമുണ്ട്. ദിവസങ്ങളുടെ നേതാവാണല്ലോ വെള്ളിയാഴ്ച ദിവസം. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വെള്ളിയാഴ്ച ദിവസം ദുഹാ നിസ്കാരം താഴെ പറയുന്ന രീതിയിൽ നിസ്കരിക്കുക. എന്നാൽ എല്ലാ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുകയും അള്ളാഹുവിൻ്റെ കാവൽ ലഭിക്കുകയും ചെയ്യും. നിസ്കരിക്കേണ്ട രൂപാട്ടോ ഇനി പറയുന്നത്. ഈ 2 റക്അത്തുകളിലായി 4 റക്അത്ത് നിസ്കരിക്കുക. അതായത് 2 റക്അത്ത് ആദ്യം നിസ്കരിക്കുക, പിന്നെ 2 റക്അത്ത് നിസ്കരിക്കുക. ആദ്യത്തെ റക്അത്തിൽ 10 പ്രാവശ്യം ഫാത്തിഹ സൂറത്തു ഫാത്തിഹ 10 തവണ ആയത്ത് കുർസി ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ 1 പ്രാവശ്യം ഫാത്തിഹ ഓതിയ ശേഷം 10 പ്രാവശ്യം കാഫിറൂൻ സൂറത്ത് കുലിയ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള ഈ സൂറത്ത് 10 പ്രാവശ്യം, അതുപോലെ തന്നെ 10 തവണ സൂറത്ത് ഇഖ്ലാസ് സൂറത്ത് ഓതി നിസ്കാരം പൂർത്തിയാക്കുക. മൂന്നാമത്തെ റക്അത്തിൽ ഒരു ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തു ഫലക്ക് 10 തവണയും ഓതുക. നാലാമത്തെ റക്അത്തിൽ ഒരു ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തു നാസ് 10 പ്രാവശ്യം ഓതി സലാം വീട്ടുക. സലാം വീട്ടിയതിന് ശേഷം അസ്തഗ്ഫിറുല്ലാഹ് 70 തവണ, സുബ്ഹാനല്ലാഹ് 70 തവണ. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഈ ദിക്ർ 1 പ്രാവശ്യം ചൊല്ലി ദുആ ചെയ്യുക. നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കി തരും.
നമുക്കൊക്കെ ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉള്ളവരാണ്. വെള്ളിയാഴ്ച ദിവസം നമ്മുടെ പണികളൊക്കെ നേരത്തെ ഒരുക്കി ഇതൊക്കെ ചൊല്ലാനും നിസ്കരിക്കാനും എല്ലാത്തിനും നമുക്ക് സമയം കണ്ടെത്തുക. ഇനി വരും വീഡിയോയിൽ ഞാൻ ചെയ്തിട്ട് എനിക്ക് ഫലം കിട്ടിയ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.